ഗസ സിറ്റിയിൽ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഹോസ്റ്റേജസിനെ എന്നുള്ളതാണ്. പക്ഷെ ഇന്നിപ്പോൾ ഈ ഹോസ്റ്റേജസ് എല്ലാം പുറത്തു വന്നത് എവിടുന്ന? ഖാൻ യൂനിസിൽ വെച്ചാണ്. നമുക്കത് മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഖാൻ യൂനിസാണ് ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിലിറ്ററി സെൻറ്റർ എന്ന് ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ പറഞ്ഞു. ഖാൻ യൂനിസ് തകർത്ത് തരിപ്പണമാക്കിയതാണ്. അവിടെ പ്രത്യേകിച്ചൊന്നും ബാക്കിയില്ല. നാസർ ഹോസ്പിറ്റലും സമീപത്തുള്ള കുറച്ച് കെട്ടിടങ്ങളും മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ ആ ഖാൻ യൂനിസിൽ വെച്ചാണ് ഈ ബന്ദികളെല്ലാം റെഡ് ക്രോസിന് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ അവരെവിടെയാണ് ഉണ്ടായിരുന്നത്? ഗസ സിറ്റിയിലാണോ ഖാൻ യൂനിസിലാണോ? അതിലേക്കും വലിയ തമാശ ഈ സമാധാന കരാറിൻ്റെ ഭാഗമായി ഇസ്രായേൽ എഴുതി ചേർത്ത വിചിത്രമായൊരു നിർദ്ദേശമായിരുന്നു, ഈ ബന്ദികളെ കൈമാറുമ്പോൾ പബ്ലിക് സെറിമണി പാടില്ല. അപ്പോൾ ഇന്നെന്താ സംഭവിച്ചത്? ഈ ബന്ദികൾ റെഡ് ക്രോസിന് അവരെ കൈമാറുന്നതിന് മുമ്പ് അവരവരെ ബന്ധുക്കളെ വീഡിയോ കോൾ ചെയ്യുന്നു. അപ്പോൾ ഈ ബന്ധുക്കൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് വ്യാപകമായി പ്രചരിച്ചു. ഇപ്പോൾ ഇസ്രായേൽ ടൈംസ് ഓഫ് ഇസ്രായേൽ കൊടുത്തൊരു വാർത്തയുണ്ട്. ആ വീഡിയോ കോൾ ഹമാസിൻ്റെ ഒരു സ്റ്റേജ് മാനേജ്ഡ് ഷോ ആയിരുന്നു. അവരുടെ പ്രൊപ്പഗാൻഡ എക്സസൈസിൻ്റെ ഭാഗമായിരുന്നു. കാരണം ഇസ്രായേൽ ഈ പബ്ലിക് സെറിമണി പാടില്ല എന്ന് നിഷ്കർഷിച്ചത് എന്താണ്? ഇവരുടെ ഫോട്ടോസ്, ഇവരുടെ വീഡിയോസ് പുറത്തു വരരുത്. കാരണം എല്ലാ ഹോസ്റ്റേജ് സ്വാപ്പുകളിലും നടന്നത് ജനങ്ങൾ കണ്ടു എന്നാണ്. ഇവർ വളരെ സുസ്മേരവതനരായി, ആരോഗ്യവാന്മാരായി, സന്തോഷവാന്മാരായി പുറത്തിറങ്ങും. അങ്ങനെ ഒരു ഇമേജ് പുറത്തേക്ക് വരരുത്, ഒരു വിഷ്വൽ പുറത്തേക്ക് വരരുത് എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ആഗ്രഹം. പക്ഷേ അത് ഇവിടെ നടന്നില്ല. ഈ വീഡിയോ കോൾ ചെയ്യുന്നതോട് അവർ വളരെ സന്തോഷത്തോടുകൂടി സംസാരിക്കുന്നു. കൂട്ടത്തിൽ ഈ മുഖം മറച്ച, മാസ്ക് ചെയ്ത ഖസാം പോരാളികൾ അവരുടെ കൂടെയുണ്ട്. അപ്പോൾ അതും ആ വീഡിയോ കോൾ ഇവരൊരു പ്രൊപ്പഗാൻഡ എക്സസൈസായി എടുത്തു. അവർ സ്റ്റേജ് മാനേജ് ചെയ്തെന്ന് പറഞ്ഞ് ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്.